ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു വീഡിയോ ആണ്. അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളുടെ സ്ഥിരം ഓഡിയൻസിന് അറിയാം, ഇത് എൻ്റെ റൂമല്ല, മാത്രമല്ല എൻ്റെ കയ്യിൽ മൈക്കില്ല. അത് കാരണം നല്ല രീതിയിൽ വെളിയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുന്നുണ്ടാവും. നിങ്ങൾ അതൊന്ന് മൈൻഡ് ആക്കാതിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള റാങ്ക് വേഴ്സസ് മാർക്കാണ് പറയുന്നത്. നിങ്ങളുടെ സ്കോർ വെച്ച് നിങ്ങൾക്ക് എത്ര വരെ കേരള റാങ്ക് വരാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ സ്റ്റഡി ലീവാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 4-4.5 കൊല്ലമായി എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ആ ഒരു പേസൊക്കെ പോയടാ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയോടൊക്കെ വിളിച്ച് ചോദിച്ചു, പിന്നെ എഴുതിയ കുറേ ക്വസ്റ്റ്യനുകളോട് ഞാനൊരു ഒപ്പീനിയൻ എടുത്തപ്പോഴത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി ഒഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞത്. കാരണം ബയോളജി അത്യാവശ്യം ഒത്തിരി വായിച്ച് കൊച്ചുങ്ങൾക്ക് സമയം പോയി, അതുകൊണ്ട് തന്നെ കുറേ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ എഴുതാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2023 പോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേരള റാങ്ക് വേഴ്സസ് മാർക്ക് 700+ ഉള്ള ഒരാൾക്ക് ഒരു 50 റാങ്ക്, ഒരു 0 to 50 അകത്ത് റാങ്ക് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ആണുള്ളത്. പിന്നെ 680 മാർക്കുള്ള ഒരാൾക്ക്, 680+ ഉള്ള ഒരാൾക്ക് ഏകദേശം ഒരു 300 to 350 റേഞ്ചിലേക്കായിരിക്കും നമ്മളുടെ കേരള റാങ്ക് വരുന്നത്. പിന്നെ 650+ ആണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരാൻ ചാൻസ് ഉള്ളത് ഒരു 900-നും 1000-നും ആ ഒരു റേഞ്ച് ആയിരിക്കും. ഒരു 900 to 1000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ കേരള റാങ്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സ്കോർ 625+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റാങ്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞ ഒരു 2500 റേഞ്ചിലായിരിക്കും കേട്ടോ. പിന്നെ ഒരു 615+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3200 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. ഇനി അടുത്തൊരു 600+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഒരു 4000 to 4200 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കോർ 570+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് ഒരു 8000 റേഞ്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു 560+ ആണെന്നുണ്ടെങ്കിൽ 10,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. 550+ ആണെന്നുണ്ടെങ്കിൽ ഒരു 11,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ 540+ ആണെന്നുണ്ടെങ്കിൽ ഒരു 12,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. 525 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. 500+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 18,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്. 400+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 25,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഒരു 380 ഒക്കെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ ഒരു 28,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നിയേക്കാം ഞാൻ എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇപ്പം നിലവിൽ ബ്രില്യൻ്റ് സ്കോർ ചെയ്തേക്കുന്ന കൊച്ചുങ്ങളുടെ ആ ഒരു മാർക്കിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒരു 3 വർഷത്തെ എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഇങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം നമ്മളുടെ കേരള റാങ്ക് വന്നപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. ഇനി നമ്മൾ പറയുന്നത് ഗവൺമെൻറ് MBBSൻ്റെയും സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെയും ഗവൺമെൻറ് BDSൻ്റെയും സെൽഫ് ഫിനാൻസിങ് BDSൻ്റെയും ഗവൺമെൻറ് ആയുർവേദത്തിൻ്റെയും സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിൻ്റെയും ഒരു മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാം. അപ്പോൾ ഗവൺമെൻറ് MBBS നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 650+ വേണം. EWS കാറ്റഗറി ആണെങ്കിൽ ഒരു 615+ വേണം. ഒരു ഈഴവ കാറ്റഗറിയിൽ പെട്ടുള്ള കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു 625 വേണം. അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയിൽ പെട്ട കുട്ടിയാണെന്നുണ്ടെങ്കിലും 625+ വേണം. SC ആണെന്നുണ്ടെങ്കിൽ 580+ വേണം. ST ആണെന്നുണ്ടെങ്കിൽ ഒരു 400+ വേണം. ഇതാണ് ഗവൺമെൻറ് MBBSൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് MBBS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ടിട്ട് സെൽഫ് ഫിനാൻസിങ് MBBS ഒരു സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 550+ വേണം. EWS ആണെന്നുണ്ടെങ്കിൽ ഒരു 500+ വേണം. ഈഴവ ആണെന്നുണ്ടെങ്കിൽ ഒരു 550+ വേണം. മുസ്ലിം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു 525+ വേണം. SC ആണെന്നുണ്ടെങ്കിൽ ഒരു 400+ വേണം. ST ആണെന്നുണ്ടെങ്കിൽ ഒരു 380+ വേണം കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് BDS ആണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 600 to 615 വേണം. കാരണം പ്രീവിയസ് ഇയറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 3801 ആണ്. കേരള റാങ്ക് 3801 ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് ഈ 600 to 615 റേഞ്ചിലാണല്ലോ. അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 560 to 570 മാർക്ക് വേണം. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 8451 ആയിരുന്നു കേട്ടോ. EWS കാറ്റഗറിക്ക് BDS കിട്ടാനായിട്ടുള്ള റാങ്ക്. ഈഴവ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 580 to 590 മാർക്ക് വേണം.
കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് 5626 കേട്ടോ. 5626 ആയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ മുസ്ലിം കാറ്റഗറിയിൽ പെട്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 590 to 600 വേണം കേട്ടോ ഈ ഇയറിൽ. കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് എന്ന് പറയുന്നത് 4303 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. SC കാറ്റഗറിയിൽ പെട്ടൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 480 to 500 റേഞ്ചിലെ മാർക്ക് വേണം. പ്രീവിയസ് ഇയറിലെ റാങ്ക് എന്ന് പറയുന്നത് 19,379 ആയിരുന്നു. 19,379 ആയിരുന്നു. ST കാറ്റഗറിയിൽ പെട്ടൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 350 പ്ലസ് വേണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റാങ്ക് എന്ന് പറയുന്നത് 32,482 ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് റാങ്ക് നമ്മുടെ BDSന്റെ, ഗവൺമെന്റ് BDSന്റെ. ഇതിനകത്ത് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് BDS ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം ഒരു 300 പ്ലസ് മാർക്ക് വേണം. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 32,702 ആണ് കേട്ടോ. 702 ആണ്. EWS കാറ്റഗറിയിൽ പെട്ടൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 280 to 300 റേഞ്ചിൽ മാർക്ക് വേണം. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 43,000 റേഞ്ചിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈഴവ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം എന്താണ് 280 to 300. മുസ്ലിം കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ആ ഒരു റേഞ്ചിൽ തന്നെ വേണം. SC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 250 പ്ലസ് വേണം. ST ആണെന്നുണ്ടെങ്കിൽ ഒരു 200 പ്ലസ് വേണം. ഇത് നമ്മൾ ഗവൺമെന്റ് ആയുർവേദത്തിന്റെ കാര്യമാണ് പറയുന്നത്. ലാസ്റ്റ് റാങ്ക് ജനറൽ കാറ്റഗറിക്ക് 9171 ആയിരുന്നു. അത് ഇപ്രാവശ്യം ഏകദേശം ഒരു 560 to 570 ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് EWSന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് ഒരു 450 to 500 ആയിരിക്കും. ലാസ്റ്റ് റാങ്ക് 21,520 ആയിരുന്നു. പിന്നെ ഈഴവ കാറ്റഗറിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 525 to 540 വേണം. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 13,673 ആണ് കേട്ടോ. 13,000. പിന്നെ അടുത്ത മുസ്ലിം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റാങ്ക് 13,182 ആണ്. ഒരു 525നും 540ക്കും ഇടയ്ക്ക് സ്കോർ വേണം. പിന്നെ നിങ്ങളൊരു SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു 21,560 വേണം. ഒരു 480ക്കും 500നും ഇടയ്ക്ക് സ്കോർ വേണം. അതുപോലെ തന്നെ ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 44,396 ആണ്. അത് ഏകദേശം നിങ്ങൾക്കൊരു എത്രയാണ് ഒരു 300 റേഞ്ചിൽ സ്കോർ മതിയാവും. ഇനി അടുത്ത സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ കാറ്റഗറിക്കും ഒരു 40,000 to 44,000 ഇടയ്ക്കാണ് നമ്മുടെ റാങ്കും കാര്യങ്ങളും വരുന്നത്. ഏകദേശം ഒരു 200 പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു ആയുർവേദ സീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകളുടെ കട്ട് ഓഫ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അതിനകത്ത് എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏകദേശം ഒരു 50 കൊച്ചുങ്ങൾക്ക് BDSന്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൽഫ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട്. ഏകദേശം ഒരു 100 കൊച്ചുങ്ങൾക്ക്, 100 വരെ എത്തിയിട്ടില്ല, ഒരു 80 റേഞ്ചിലൊക്കെ ഞാൻ BMSന്റെ ഓപ്ഷൻസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ സെൽഫ് ഫിനാൻസിങ് വെറ്റിനറി ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBSനെ പറ്റിയിട്ടോ BDSനെ പറ്റിയിട്ടോ ആയുർവേദത്തിനെ പറ്റിയിട്ടോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കുക. ഞാൻ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തേക്കാം. അതിനകത്ത് എൻ്റെ നമ്പറുണ്ട്, മെസ്സേജ് ചെയ്യാം കേട്ടോ. ടാറ്റാ.